ഇന്ന് ഞാനും കാർത്തിയും കൂടെ ബീഫ് സ്റ്റേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. വേറെ ഒന്നുമില്ല, കല്ല് വെച്ച് നമ്മൾ ബീഫ് സ്റ്റേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ വീഡിയോസ് കൂടുതലും വിദേശത്തുള്ള ആൾക്കാരാണ് ചെയ്യുന്നത്. അവർ കല്ല് ചൂടാക്കിയിട്ട് ബീഫ് അതിൻ്റെ പുറത്ത് വെച്ചിട്ട് സ്റ്റേക്ക് ഉണ്ടാക്കുന്ന പരിപാടി. സോ ഇത് നമുക്ക് വർക്കൗട്ട് ആവില്ലേ നമുക്ക് അറിഞ്ഞൂടാ, പക്ഷെ നമുക്ക് ശ്രമിക്കാമല്ലേ? യെസ്, അപ്പോൾ നമുക്ക് ശ്രമിക്കാം. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസ് നമ്മളിൽ ഉണ്ട്, ഇല്ലാത്ത ഒന്ന് കല്ലാണ്. അപ്പം ഈ മനോഹരമായ സ്ഥലത്ത് കല്ലുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പം കാർത്തികിനൊരു കാര്യം നിങ്ങളടുത്ത് പറയാനുണ്ട്. വേറൊന്നുമല്ല, നമ്മൾ ഈ കാണുന്ന ഒരുവിധപ്പെട്ട എല്ലാ കല്ലിനകത്തും ഈ പോർഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ടൈനി പോർഷൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ വാട്ടർ ട്രാപ്പ് ചെയ്ത് വെക്കും ഈ കല്ലുകൾ. പക്ഷേ നോൺ പോറസ് ആയിട്ടുള്ള ഒരു കല്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളത് ഹീറ്റ് ആക്കുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള വാട്ടർ എന്ത് ചെയ്യും? വാട്ടർ വേപ്പർ ആവും. അപ്പോൾ അത് എക്സ്പാൻഡ് ആവും, ഇതിന് പുറത്ത് പോകാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? പൊട്ടിത്തെറിക്കും. സോ ഈ വീഡിയോ കണ്ട് ആരെങ്കിലും കുക്ക് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അവർ കല്ല് സൂക്ഷിച്ചെടുക്കേണ്ടതാണ്. നമുക്ക് കല്ല് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് കാരണം നമ്മളാണെങ്കിൽ നമ്മളൊരു കൂട്ടുകാരൻ്റെ അടുത്ത് കല്ല് കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ അത് എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. സൂഫിയാൻ അവൻ്റെ വീട്ടിൽ നിന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയാണ് ഈ കല്ല് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ എന്നാലും നമ്മളിവിടെ വെച്ച് ഒന്നും കൂടെ കഴുകുവാണ്. സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ദ പ്രോസസ് ഗൈസ്. കല്ല് വെച്ചു, ഇനി അടുത്ത കനലുണ്ടാക്കണം. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് കനലുണ്ടാക്കുന്നതാണ് ഗൈസ്. അപ്പോൾ നമുക്കിന്ന് കനലുണ്ടാക്കാം. സോ ഗൈസ്, നമ്മൾ വിറകെല്ലാം അടുക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് കത്തിക്കാൻ പോവുകയാണ്. സോ കർപ്പൂരം തീപ്പെട്ടി കത്തിച്ചോ. കർപ്പൂരം പെട്ടെന്ന് കത്തേണ്ടതാണ്. കത്തി കർപ്പൂരം കത്തി. ചുമ്മാ അങ്ങനെ വെച്ചാൽ കരി കത്തും. ജീവിതത്തിൽ ഇന്നേ വരെ തീ ഉണ്ടാക്കാൻ നമ്മളാണ് ഇപ്പോൾ തീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമ്മൾ മാക്സിമം സക്സസ് ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി മുന്നേ എപ്പോഴെങ്കിലും നീ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇതുവരെ മച്ചമ്പി. കാർത്തിക്, നിനക്ക് എന്താണ് പറയുന്നത്? ഇതൊന്ന് കത്തണം. ഇല്ല പിന്നെ ഇവിടുത്തെ നാട്ടുകാരൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട് നമ്മൾ എന്താണ് ചെയ്യണേന്ന്. കല്ല് ചൂടായി നമുക്കിനി കല്ല് വയ്ക്കാം. നല്ല ചൂടുണ്ട് ഗൈസ്. എനിക്കൊണ്ട് കല്ല് പെട്ടെന്ന് ചൂടാവുന്നതാണ്. നമുക്ക് കല്ല് എത്ര ടെമ്പറേച്ചർ ആയെന്ന് നോക്കാം. 79 ഡിഗ്രി, ഓൾമോസ്റ്റ് 76 ഡിഗ്രി ആയി. നമ്മൾ കല്ല് ചൂടാക്കാൻ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കല്ലിൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കാം. നമുക്കിപ്പം ഇരിക്കുന്നത് 110 ഡിഗ്രിയാണ്, 110 ഡിഗ്രി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ബീഫ് വയ്ക്കാനുള്ള സമയം. അപ്പം ബീഫ് വെക്കുന്നതിന് മുമ്പേ നമ്മൾ സോൾട്ടും പെപ്പറും നമ്മൾ ക്രഷ് ചെയ്യണം. അതാണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി എന്തായാലും ബീഫ് കല്ലിലോട്ട് വയ്ക്കാം, കാരണം കല്ല് ഏകദേശം ചൂടായി കഴിഞ്ഞു. അപ്പം ഇനി ബീഫിൻ്റെ പ്രോസസ്സിലോട്ട്. നമ്മൾ ഇതിനു വേണ്ടി ബീഫിൻ്റെ സ്റ്റേക്ക് ഉണ്ടാക്കുന്ന പീസാണ് മേടിച്ചത്. സോ അതുകൊണ്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. അതുപോലെ തന്നെ ഇത് നമ്മൾ അടുപ്പത്ത് വെക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അംശം പാടില്ല. അപ്പോൾ ഗൈസ്, നമ്മളിനി ബീഫ് സ്റ്റേക്ക് ഉണ്ടാക്കുന്നതിലോട്ടാണ് പോകുന്നത്. ഇവിടെ നമ്മുടെ പെപ്പറും സോൾട്ടും എല്ലാം റെഡിയാണ്. നമ്മുടെ മീറ്റ് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബീഫിലോട്ട് പെപ്പർ സോൾട്ട് മിക്സ് ഇടാം. ഇവിടെ ബീഫ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ മറ്റേ സോൾട്ട് പെപ്പർ മിക്സ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കല്ല് ചൂടാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബട്ടർ എടുത്ത് തന്നെ പുറത്തിടാം. യെസ്, കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. മീറ്റ് കല്ലോട്ട് വയ്ക്കാം. നമുക്ക്
ഇത് ഏകദേശം സ്റ്റേക്ക് ഇങ്ങനെ ആയി വരുന്നുണ്ട്. ഇപ്പൊ താഴെ പോയേനെ സുഫിയാനെ, സ്റ്റേക്കൊക്കെ അങ്ങ് പോയേനെ. ഗായ്സ്, നമ്മുടെ ബീഫ് നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല മണവുമുണ്ട്. ഗായ്സ്, സൂഫിയൻ സ്റ്റേക്കിനെ പറ്റി പറയാം. there are 3 different types of steak. റെയർ ഉണ്ട്, മീഡിയം റെയർ ഉണ്ട്, വെൽഡൺ ഉണ്ട്. നമ്മളിപ്പോൾ എന്താണ് കുക്ക് ചെയ്യുന്നത്? നമ്മൾ ഇതിപ്പോൾ ഓൾമോസ്റ്റ് റെയറായി, റെയർ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. മീഡിയം റെയറിലോട്ട് പോവുകയാണ്. നമ്മൾ വെയിറ്റ് ചെയ്യാം പക്ക മീഡിയം റെയർ ആവാൻ. സോ നമ്മുടെ സ്റ്റേക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സോ ഇനി നമ്മൾ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് റേറ്റ് ചെയ്യാനാണ് പോകുന്നത്. സോ സൂഫിയാൻ, എന്താണ് നിന്റെ എക്സ്പെക്ടേഷൻ? അറിയത്തില്ല, നിങ്ങൾ കഴിച്ചിട്ട് എക്സ്പെക്ടേഷൻസ് പറയൂ. കാരണം സൂഫിയാനാണ് ഇതെല്ലാം പറഞ്ഞു തന്നത് നമുക്ക് എങ്ങനെ വെക്കണമെന്നുള്ളത്. അപ്പം അവൻ പറഞ്ഞു, നമ്മളതെല്ലാം ചെയ്തു. കനലുണ്ടാക്കിയത് മച്ചമ്പിയുടെ ബ്രില്യൻസ് ആണ്. കാർത്തിക്, എന്താണ് നിന്റെ പ്രതീക്ഷ? ഇതൊരു എക്സ്പെരിമെൻ്റ് വീഡിയോ അല്ലേ, അപ്പോൾ നമ്മൾ മാക്സിമം നല്ല എഫർട്ട് ചെയ്തിട്ടുണ്ട്. സക്സസ് ആവുമെന്നാണ് പ്രതീക്ഷ. യെസ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കല്ല് ചൂടാക്കി അതിൻ്റെ പുറത്ത് സ്റ്റേക്കൊക്കെ വെക്കാൻ പറ്റുമെന്ന്. ബട്ട് നമ്മൾ അച്ചീവ് ചെയ്തു. ഇവരുടെ വിഷയം നല്ല മണമുണ്ട്. അപ്പോൾ നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് കഴിച്ച് നോക്കാം എന്തായാലും. അപ്പോൾ നമ്മൾ സ്റ്റേക്ക് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. രാകേഷ് ചേട്ടനാണ് നമുക്ക് ഈ സ്ഥലം പറഞ്ഞു തന്നത്. രാകേഷിൻ്റെ സ്ഥലത്താണ് നമ്മൾ കുക്ക് ചെയ്തത്. അപ്പോൾ രാകേഷ് ചേട്ടൻ തന്നെ ആദ്യം കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള അഭിപ്രായം പറയും. കമോണുണ്ട് കഴിച്ചിട്ട്. നന്നായിട്ടുണ്ട്. സൂപ്പർ. ആവശ്യം മസാലയും എല്ലാ സാധനങ്ങളും ഉണ്ട്. അടിപൊളിയാണ്. സൂപ്പർ. കാര്യം നമ്മുടെ സ്റ്റേക്ക് വർക്കൗട്ട് ആയിരിക്കുകയാണ്. ഇനി അടുത്ത കാർത്തിക് കഴിച്ചിട്ട് അഭിപ്രായം പറയും. കാർത്തിക്, കമോൺ. എങ്ങനെയുണ്ട് കാർത്തിക്? ഓക്കെ ആണോ? സൂപ്പർ, കൊള്ളാം. പൊളിച്ച്. സൂഫിയാന് നോമ്പാണ്, 6:30 അവന് കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ തന്നെ കഴിക്കാം. കൊള്ളാം, നല്ല സാധനം, സൂപ്പർ. കൊള്ളാം. സോ ഗൈസ്, നമ്മുടെ സ്റ്റേക്ക് കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് വി ഹാവ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് അവർ സ്റ്റേക്ക് കുക്കിംഗ്. സൂഫിയാൻ്റെ സഹായത്തിനും കാർത്തികിൻ്റെ സഹായത്തിനും അധികം നന്ദി. സോ ഗൈസ്, ഇനി ഇതേപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ആൻഡ് ഓൾസോ കമൻറ്റ് നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. അത് നമ്മൾ തീർച്ചയായിട്ടും നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യുന്നതാണ്. സോ ഗൈസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.